ഓർക്കുക, യുദ്ധം തുടങ്ങിയതിന് ശേഷമല്ല ആയുധത്തിന് മൂർച്ച കൂട്ടേണ്ടത്, അത് യുദ്ധത്തിന് മുമ്പാണ്. ഡിഗ്രി പ്രിലിംസ് എക്സാം നിങ്ങളുടെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി റിസൾട്ടിനായിട്ടുള്ള നിങ്ങളുടെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അത് പരാജയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഇടയിലുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഗോൾഡൻ പീരീഡ്, ആ സമയം മര്യാദയ്ക്ക് കുത്തിയിരുന്ന് പഠിച്ച് സിലബസ് അടിസ്ഥിതമാക്കി പണിയെടുക്കുന്നവരാണ് റാങ്ക് ഹോൾഡേഴ്സ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് മടിയൊക്കെ മാറ്റി വെച്ച് പഠിച്ചു തുടങ്ങും. പക്ഷെ എനിക്കറിയാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ അല്ലേ, സിലബസ് വന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സ് എന്താകും? കമ്പനി ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്കൊക്കെ ഇന്റർവ്യൂ ഉണ്ടോ? ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഒക്കെ ഇന്റർവ്യൂ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ മറ്റു പരീക്ഷകളുടെ അവസ്ഥ എന്താണ്? 2 പേപ്പർ ഉണ്ടാവും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 മെയിൻസ് ഉണ്ടായിരുന്നല്ലോ, അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കൂ. ആകെപ്പാടെ അനാലിസിസ് പാരാലിസിസിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണും. മെയിൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഉഷാറായി പഠിച്ചു തുടങ്ങാൻ പറ്റും. ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സിലബസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ബിക്കോസ് സിലബസ് ഇപ്പോൾ മെയിൻസിന്റെ എന്താണെന്നുള്ള കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഈ കൺഫ്യൂഷൻ അടിച്ച് മറ്റുള്ളവർ ഇരിക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ ഒരു സ്റ്റഡി പ്ലാനിന്റെ ബേസിസിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവരെക്കാൾ നിങ്ങൾ ബഹുദൂരം മുന്നിലെത്തും. ചുരുക്കി പറഞ്ഞാൽ ഈ സിലബസ് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങുന്നവരെക്കാൾ നിങ്ങളൊരു 10 അടി മുന്നിലായിരിക്കും സിലബസ് വന്നു കഴിയുമ്പോൾ. അതാണ് നിങ്ങളെ ടോപ്പ് 10 റാങ്കിലേക്ക് എത്തിക്കുന്ന മാജിക്. പണ്ട് തൊട്ടേ ഉള്ള എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. പ്രിലിംസിന് ശേഷം റൈറ്റ് അവേ പഠിച്ചു തുടങ്ങുന്ന ടീംസ് ആണ് ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ എടുത്താലും KAS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, എല്ലാ ബാച്ചുകളിലും ടോപ്പ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് ഈ ഒരു സ്ട്രാറ്റജി ഉള്ളതുകൊണ്ട് തന്നെയാണ്. പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നവരെ ഞങ്ങൾ കാത്തിരുന്നില്ല. റൈറ്റ് അവേ തന്നെ ക്ലാസുകൾ ആരംഭിച്ചു, കുട്ടികളെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു, അവർ ടോപ്പ് റാങ്കിലേക്ക് എത്തി. സോ സിലബസ് ഇല്ല എന്നുള്ള വ്യാകുലതകൾ വേണ്ട. മുൻകാല വർഷ ട്രെൻഡുകളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പല സൂചനകളും കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കോമൺ ടോപ്പിക്സ് ധാരാളമുണ്ട്. സിലബസ് എങ്ങനെ മാറിക്കഴിഞ്ഞാലും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിംഗ് അല്ലെങ്കിൽ കോർ സബ്ജക്റ്റുകൾ അല്ലെ, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റി, സിവിക്സ്, ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോമൺ ടോപ്പിക്സ് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. പിന്നെ സിലബസ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഴുവൻ സമയവും സ്പെഷ്യൽ ടോപ്പിക്സിൽ റാങ്ക് മേക്കിംഗ് ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മെയിൻസ് ബാച്ചുകളിൽ ഈ രീതിയിൽ പഠിപ്പിക്കുന്നത്. സിലബസ് വരുന്നത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള 100% സിലബസിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള സബ്ജക്റ്റുകൾ വെച്ച് ഇപ്പോൾ തന്നെ ആഴത്തിലുള്ള ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത്തരത്തിലുള്ള ട്രെൻഡുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള സ്ട്രാറ്റജിക് ബാച്ചുകളാണ്. ആ ബാച്ചിന് അംഗമാവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി, സബ് ഇൻസ്പെക്ടർ, ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ മുതലായ ഡിഗ്രിയിലുള്ള പരീക്ഷകൾക്ക്, ഈ 5 പരീക്ഷകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കോംബോ ബാച്ചുകളുണ്ട്. അതല്ല ഓരോരോ എക്സാംസ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ ബാച്ചുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതും എല്ലാം ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുൻകാല വർഷ പരീക്ഷകൾ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച വിജയം നേടാൻ സാധിച്ചതും ഈ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ സിലബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാറില്ല. സിലബസ് എന്തായാലും ഉണ്ടാവുമെന്ന് 100% ഉറപ്പുള്ള ടോപ്പിക്സ് റൈറ്റ് അവേ പഠിപ്പിച്ചു തുടങ്ങും. പിന്നെ സിലബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ റിസർച്ചും ഫോക്കസും സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള റീസൺ എന്റെ തോൽവിയുടെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിച്ച അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആയ ഒരു അനുദീപിനെ മാത്രമേ അറിയുള്ളൂ. അതിന്റെ ഒരു പുറകിൽ തോറ്റ് പഠിച്ച അനുദീപുണ്ട്. ഫോർ എക്സാമ്പിൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ ഞാൻ ആദ്യം എഴുതുന്ന സമയത്ത് പ്രിലിംസ് പാസ്സാകുമ്പോൾ ഇല്ലെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് പഠിക്കാന്നുള്ള സ്ട്രാറ്റജി ഞാനായിരുന്നു. കുറെ കഴിഞ്ഞാൽ പ്രിലിംസിന്റെ റിസൾട്ട് വന്നത്. നോക്കിയപ്പോൾ പ്രിലിംസിനേക്കാൾ കട്ട് ഓഫിനേക്കാൾ 10-15 മാർക്ക് നല്ല രീതിയിൽ മാർക്കിന് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ മെയിൻസ് അതുവരെ ഞാൻ പഠിച്ച് തുടങ്ങിയിരുന്നില്ല. അതെനിക്ക് പണിയായി. അതുകൊണ്ട് മെയിൻസ് ചെറിയൊരു മാർജിനാണ് എനിക്ക് നഷ്ടമായത്. എന്റെ വിദ്യാർത്ഥികൾ ഒരിക്കലും ഞാൻ കാണിച്ച അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങൾ കാണിക്കരുതെന്ന് എനിക്ക് വാശിയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയുന്നത്. പക്ഷെ പിന്നീടുള്ള പരീക്ഷകൾ ഞാൻ ഈ മിസ്റ്റേക്ക് ആവർത്തിച്ചിട്ടില്ല. പ്രിലിംസ് കഴിഞ്ഞു റൈറ്റ് അവേ ഞാൻ മെയിൻസിന്റെ തയ്യാറെടുപ്പിലേക്ക് കടന്നു. അങ്ങനെ തന്നെയാണ് ഒരേ സമയം നടന്ന പല പരീക്ഷകളും ഒരുമിച്ച് പഠിച്ച് എനിക്ക് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിച്ചത്. സോ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്റെ വിജയം മാത്രമല്ല എന്റെ പരാജയവും നിങ്ങൾക്ക് ഒരു മാതൃകയായിരിക്കണം. അവസാനം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ പരീക്ഷാ വിജയം എന്ന് പറയുന്നത് ഭാഗ്യമൊന്നുമല്ല, ചിട്ടയായ പരിശീലനത്തിന്റെയും സ്റ്റഡി പ്ലാനിന്റെയും ത്യാഗത്തിന്റെയും ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണം. ബിക്കോസ് നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും PSC എക്സാംസ് നടത്തും, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, ആൾക്കാർക്ക് ജോലിയും കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ജോലി നിങ്ങൾ മറ്റൊരാൾക്ക് കയ്യിൽ വെച്ച് കൊടുക്കണോ? നിങ്ങളുടെ ഉഴപ്പ് കാരണം. സോ ഉഴപ്പരുത്, ചിട്ടയെ പഠിച്ചു തുടങ്ങാം. അതിനുവേണ്ടി നിങ്ങൾക്കൊരു കൈത്താങ്ങായി ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചുകൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പക്ഷേ ലിമിറ്റഡ് ടൈം ഓഫർ 100 സീറ്റുകൾ ഞങ്ങളൊരു ഹെവി ഫീസ് ഡിസ്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനുള്ള ബാച്ചിന്റെ ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. സീറ്റ്സ് ലിമിറ്റഡ് ആണ്, സ്പെഷ്യൽ ഓഫറും ലിമിറ്റഡ് ആണ്. കാര്യം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികളായിരിക്കും ഏറ്റവും ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികൾ. അതുകൊണ്ട് അവരെ റിവാർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഫീസ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ചെയർ അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കാർ ഉദ്യോഗം മറ്റാർക്കും വിട്ടുകൊടുക്കാതെ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. അത് മാനിഫെസ്റ്റ് ചെയ്യുക.